മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സമവാക്യ ജോഡികൾ എന്ന പാഠഭാഗത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങൾ ഇനി പോകുന്തോറും ടഫായി വരും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീഡിയോ ഫുള്ളായി കാണണം. ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണരുത്. കാരണം ഓരോരു ഘട്ടമായാണ് ചെയ്യുന്നത്. അപ്പോൾ വഴികളെല്ലാം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ ഫുള്ളായി കണ്ടാൽ മാത്രമേ വഴികളെല്ലാം മനസ്സിലാവുകയുള്ളൂ. ഇനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപയാണ്. 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപ. ഒരു പേനയുടെ വില എത്രയാണ്? പെൻസിലിൻ്റെയോ? ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപയാണ്. 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപ. ഒരു പേനയുടെ വില എത്രയാണ്? പെൻസിലിൻ്റെയോ? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാം. 4 പേനയും 3 പെൻസിലും വാങ്ങിയിട്ട് എത്ര രൂപയായി? 66 രൂപയായി. അതുപോലെ തന്നെ 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപയായി. അപ്പോൾ ഒരു പേനയുടെ വില എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പെൻസിലിന്റെ വില എത്ര? നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള കണക്കുകൾ വന്നാൽ എന്ത് ചെയ്യണം? ബീജഗണിത രൂപം ഉപയോഗിച്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ പേനയുടെ വില തന്നിട്ടില്ല. അപ്പൊ പേനയുടെ വില എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ എന്ത് ചെയ്യണം? പേനയുടെ വില സമം എക്സ്. മനസ്സിലായില്ലേ? ഇനി പെൻസിലിന്റെ വില സമം വൈ. മനസ്സിലായില്ലേ? പേനയുടെ വില എക്സ് എന്നും പെൻസിലിന്റെ വില വൈ എന്നും എടുത്തു. ഇനി നമുക്ക് കണ്ടീഷൻ നോക്കാം. 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി എത്രയാണ്? 66 രൂപയാണ്. അപ്പൊ പേനയുടെ വില എത്രയാ തന്നിട്ടുള്ളത്? എക്സ്. അപ്പൊ 4 പേന എന്ന് പറയുമ്പോൾ 4x പ്ലസ് എത്ര പെൻസിലുണ്ട്? 3 പെൻസിലുണ്ട് അല്ലേ? അപ്പൊ പെൻസിലിന്റെ വില എത്രയാ? y. അപ്പൊ 3y സമം 66 രൂപ. ഇക്വേഷൻ നമ്പർ 1. അടുത്ത ചെയ്യണം നോക്കിയേ. 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപ അല്ലേ? 7 പേന, ഒരു പേനയുടെ വില x ആണ്. അപ്പൊ 7 പേന എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 7x പ്ലസ് എത്ര പെൻസിലുണ്ട്? 3. അപ്പൊ 3y ഈക്വൽ ടു എത്രയാണ്? 111. ഇക്വേഷൻ നമ്പർ 2. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇവിടെ 2 വേരിയബിൾസ് ഉണ്ടല്ലേ? എക്സും വൈയും. വേരിയബിൾസിന്റെ എന്താ മലയാളം? ചരം. അങ്ങനെ എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ 2 ചരങ്ങളുണ്ട്. ഏതൊക്കെ? എക്സും വൈയും. അപ്പൊ ഇതിൽ ഏതൊക്കെ ഒരു വേരിയബിൾ എന്ത് ചെയ്യുക? 0 ആക്കണം. ഇവിടെ നോക്കിയേ. ഇവിടെ 4x, ഇവിടെ 7x. 7x 4x മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 3x അല്ലെങ്കിൽ 3x. അപ്പൊ അത് 0 ആയി പോകില്ല. ഇവിടെ നോക്കി. ഇവിടെ 3y ആണ്, ഇവിടെയും 3y ആണ്. 0 ആയി പോകില്ലേ? y കട്ടായി പോകും. അപ്പൊ നമുക്ക് എന്തിന്റെ വില കണ്ടുപിടിക്കാം? എക്സിന്റെ വില കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? ഇക്വേഷൻ 2 ഇക്വേഷൻ 1 മൈനസ് ചെയ്യണം. ഓർക്കണം. എന്തുകൊണ്ടാണ് ഇക്വേഷൻ 2 ചൂസ് ചെയ്തതെന്ന് വെച്ചാല് ഇവിടെ നോക്കി. ഇതല്ലേ വലിയ സംഖ്യ 111. അതേപോലെ നോക്കിയേ 7x. ഈ ഇക്വേഷനേക്കാളും വലിയ സംഖ്യയാണ് ഇതിലെല്ലാം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ 2 ഇക്വേഷൻ 1 കുറക്കാം. ചിലപ്പോൾ ഈ ഇക്വേഷൻ 1 വലിയ സംഖ്യകൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കുറക്കുക. മനസ്സിലായില്ലേ? ഓക്കെ, എന്ത് കിട്ടും? 7x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 111 മൈനസ് 4x plus 3y is equal to 66. മനസ്സിലായില്ലേ? ഓക്കെ, 111 66 കുറച്ചാൽ എത്രയാ? 11 6 പോയാല് 5 അല്ലേ? 10 6 പോയാലോ 4 45 സമം. ഓക്കെ, 3y 3y കുറച്ചാൽ 0 അല്ലേ? പ്ലസ് 7x 4x പോയാലോ 3x. അപ്പൊ എന്ത് കിട്ടും? 3x സമം 45. എന്താ 3x എന്ന് പറഞ്ഞാല് 3 ഗുണിക്കണം x. അപ്പൊ 3 ഗുണിക്കണം x അല്ലേ? അപ്പൊ 3 ഗുണിക്കണം എന്നാണുള്ളത്. അപ്പൊ ഈ 3 അപ്പുറം 3 എന്തായി മാറും? സമത്തിന് അപ്പുറം പോകുമ്പോ ഹരണമായി മാറും, ഹരിക്കണമായി മാറും. അപ്പൊ എന്ത് ചെയ്യും? x ഈക്വൽ ടു 45/3 ഈസ് ഈക്വൽ ടു 15. മനസ്സിലായില്ലേ? x എത്ര കിട്ടി? 15. അപ്പൊ എന്താ നമ്മുടെ ഇത് ഇപ്പൊ എന്താ കണ്ടുപിടിച്ചത്? ഒരു പേനയുടെ വില x ഈക്വൽ ടു 15 or 15. മനസ്സിലായില്ലേ? ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? പെൻസിലിന്റെ വിലയല്ലേ? പെൻസിലിന്റെ വില കണ്ടുപിടിക്കാൻ
ചെയ്യാൻ ഈ കിട്ടിയ എക്സ് ഇക്വേഷൻ 1ലോ ഇക്വേഷൻ 2ലോ കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ എന്ത് കിട്ടും? പെൻസിലിന്റെ വില കിട്ടും. ഞാൻ ഇത് എന്തിനാ കൊടുക്കുന്നത്? ഇക്വേഷൻ 1ലാണ് കൊടുക്കുന്നത്. ഇക്വേഷൻ 1ലാണ് കൊടുക്കുന്നത് എക്സ് ഈക്വൽ ടു 15 ഇക്വേഷൻ 1ല് കൊടുക്കുന്നത്. നോക്കിയേ എന്താ ഇക്വേഷൻ 1? 4x പ്ലസ് 3y is equal to 66. Then x equal to 15 കൊടുക്കട്ടെ. നോക്കിയേ 4 into 15 plus 3 into y is equal to 66. ഇനിയോ 4 into 15 എന്ന് എത്രയാണ്? 60 അല്ലേ? 5 ഗുണിക്കണം 4 20 0 ഒരു 4 4 4 2 6 60 പ്ലസ് 3y is equal to എത്രയാണ്? 66. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? ഈ വേരിയബിൾ ഇല്ലാത്ത പാപ്പൽ എന്ത് ചെയ്യുക? അപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോവുക. ഇവിടെ വേരിയബിൾ ഇല്ലാത്ത ഏതൊക്കെയാ? 60 മാത്രമല്ലേ? 3 എന്തുണ്ട്? വേരിയബിൾ ഉണ്ട്, y ഉണ്ട്. അതുകൊണ്ട് 3 അവിടെ 3y അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? 60 മറ്റേ സൈഡിൽ കൊണ്ടുപോവുക. അപ്പൊ 3y സമം ഇവിടെ ഓൾറെഡി 66 66. ഇവിടെ ഈ ഇത് സംഖ്യ 60 പോസിറ്റീവാണ്. അത് സമത്തിന് അപ്പുറം എന്താവും? മൈനസ് ആയി മാറും. അപ്പൊ മൈനസ് 60. നോക്കിയേ 3y സമം 66 60 കുറച്ചാൽ എത്രയാണ്? 6. y സമം 6ന്റെ പകുതി അല്ലേ? 6/3 ഈക്വൽ ടു എത്രയാണ്? 2 അല്ലേ? 3y ഈക്വൽ ടു 6 ആണ്. 3y എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കണം y എന്നാണ്. അപ്പൊ ഗുണിക്കണം അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ എന്തായി മാറും? ഹരിക്കണം എന്നായി മാറും. അപ്പൊ y ഈക്വൽ ടു 6/3 ഈസ് ഈക്വൽ ടു 2. അപ്പൊ ഒരു പെൻസിലിന്റെ വില സമം എത്രയാണ്? y ഈക്വൽ ടു 2 അല്ലേ? y ഈക്വൽ ടു 2. ഇനി നമുക്ക് ഈ കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് എങ്ങനെയാണ് നോക്കേണ്ടത്? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി അല്ലേ? ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടണം? 66 കിട്ടണം. എക്സും വൈയും ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. നോക്കാം. നോക്കേ ഒന്നാമത്തെ ഇക്വേഷൻ എഴുതാം. 4x പ്ലസ് പിന്നെയോ 3y ഈസ് ഈക്വൽ ടു 66. ഓക്കെ. ഇനി നോക്കിയേ എക്സ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 15 അല്ലേ? 4 into 15 പ്ലസ് വൈയോ 2 3 into 2 ഈസ് ഈക്വൽ ടു 66. ഓക്കെ. 4 ഗുണിക്കണം 15 എത്ര? 60 പ്ലസ് 6 ഈക്വൽ ടു 66. കണ്ടീഷൻ ശരിയല്ലേ? അതുകൊണ്ട് എന്താണ് ഇവിടെ നമ്മൾ എന്തെല്ലാം കണ്ടുപിടിച്ചു? പെൻസിലിന്റെയും പേനയുടെയും വില കണ്ടുപിടിച്ചു. ഒരിക്കലും വീഡിയോ എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്ത് കാണരുത്. കാരണം ഇക്വേഷനിൽ രണ്ടും കൊണ്ട് ഗുണിക്കാനുണ്ടാവും, ഹരിക്കാനുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ എന്ത് ചെയ്യണം? വീഡിയോ കണ്ടിരിക്കണം. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ്. ഈ ചതുരത്തിന്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമാക്കി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെന്റിമീറ്റർ ആയി. ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയും എത്ര? എന്തൊക്കെയാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാ? 26 സെന്റിമീറ്റർ. ഇതേ ചതുരത്തിന്റെ നീളം തന്നത് 2 മടങ്ങും വീതി 3 മടങ്ങുമാക്കി വേറൊരു ചതുരം വരക്കുന്നുണ്ട്. ആ ചതുരത്തിന്റെ ചുറ്റളവ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 62 സെന്റിമീറ്റർ. അപ്പൊ ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയാണ് കാണണ്ടേ അല്ലേ? ഇതാണ് ആദ്യത്തെ ചതുരം. ഈ ആദ്യത്തെ ചതുരത്തിന്റെ ചുറ്റളവാണ് 26 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ നീളം എത്രയാ? 2 മടങ്ങും വീതി എത്രയാ? 3 മടങ്ങുമാക്കിയിട്ട് വേറൊരു ചതുരം വരച്ചു. അതിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നീളവും വീതിയും അറിയില്ല. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ? ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയും എത്രയാണെന്ന് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ എഴുതാം? ആദ്യത്തെ ചതുരത്തിന്റെ നീളം സമം നമുക്ക് എന്താ എടുക്കാം? എക്സ് ആയി എടുക്കാം അല്ലെ? വീതികളുടെ രൂപത്തിൽ നമ്മൾ എക്സും വൈയും വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചതുരത്തിന്റെ നീളം നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ്. ഇനിയോ ആദ്യത്തെ ചതുരത്തിന്റെ വീതി എങ്ങനെ എടുക്കാം? വീതി എന്ന് പറയുന്നത് വൈ. മനസ്സിലായില്ലേ? ആദ്യത്തെ ചതുരത്തിന്റെ നീളം എന്നത് എക്സ് ആയിരിക്കും. ആദ്യത്തെ ചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത് എന്താണ്? വൈ ആയിരിക്കും. ഇനി നോക്കിയേ എന്താ കണ്ടീഷൻ തന്നിട്ടുണ്ടല്ലോ. ആ ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 26 സെന്റിമീറ്റർ. എങ്ങനെയാ ചുറ്റളവ് കാണുക? ചുറ്റളവ് സമം എന്താണ്? 2 ഗുണിക്കണം നീളം
കൂട്ടണം വീതി അല്ലേ? 2 ഗുണിക്കണം നീളം കൂട്ടണം വീതി. ഇവിടെ നമുക്കറിയാം എന്താണ് നീളം x ആണ്, വീതി y ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം ചുറ്റളവ് സമം 2 ഗുണിക്കണം എങ്ങനെയാ x പ്ലസ് y അല്ലേ? നീളം പ്ലസ് വീതി. ഇനി ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തൂടെ? എത്രയാണ് തന്നിട്ടുണ്ട്? നമുക്ക് 26 തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് എത്ര കിട്ടും നോക്കിയേ? 2 ഗുണിക്കണം x 2x പ്ലസ് 2 ഗുണിക്കണം y 2y ഈസ് ഈക്വൽ ടു എത്രയാണ്? 26. ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത നോക്ക്. അടുത്ത എന്താ കണ്ടീഷൻ എന്ന് പറഞ്ഞു? ഈ നീളം 2 മടങ്ങും ഈ വീതി 3 മടങ്ങുമാക്കി മറ്റൊരു ചതുരം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്ത് എഴുതാം? രണ്ടാമത്തെ ചതുരത്തിന്റെ ചുറ്റളവ് സമം എന്ത് എഴുതാം നമുക്ക്? ഓക്കെ, നീളത്തിന്റെ 2 മടങ്ങല്ലേ? അപ്പൊ എന്ത് കിട്ടും? 2x. പിന്നെയോ ചുറ്റളവ് എന്ന് പറയുമ്പോൾ 2 ഗുണിക്കണം നീളം, 2 ഗുണിക്കണം നീളത്തിന്റെ 2 മടങ്ങ് പറയുമ്പോൾ 2x പ്ലസ് നോക്കിയേ വീതിയുടെ എത്ര മടങ്ങാ? 3 മടങ്ങ്. അപ്പൊ 3y ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 62. മനസ്സിലായില്ലേ? ഇനി നോക്കിയേ 2 ഗുണിക്കണം 2x എത്രയാണ്? 4x പ്ലസ് 2 ഗുണിക്കണം 3y 6y സമം 62. ഇക്വേഷൻ നമ്പർ 2. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമുക്കറിയാം ഒന്നൊക്കെ നീളം കണ്ടുപിടിക്കണം അല്ലെങ്കിൽ വീതി കണ്ടുപിടിക്കണം അല്ലേ? ഒന്നെങ്കിൽ x അല്ലെങ്കിൽ y. അപ്പൊ ഏതെങ്കിലും ഒരു ഇക്വേഷൻ 0 ആക്കിയാൽ, ഇക്വേഷൻ അല്ല ഏതെങ്കിലും ഒരു വേരിയബിൾ 0 ആക്കിയാൽ മാത്രമേ നമുക്ക് മറ്റേ വേരിയബിൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ x 0 ആക്കണം അല്ലെങ്കിൽ y 0 ആക്കണം. ഇവിടെ ഇക്വേഷൻ 1 നോക്കിയെന്താ? 2x പ്ലസ് 2y സമം 26. ഇത് 26 ആണ്. ഇവിടെ നോക്കിക്കോ 4x പ്ലസ് 6y ഈക്വൽ ടു 62 62 അല്ലേ? ഇവിടെ 4x ആണ്, ഇവിടെ 2x ആണ്. അതേപോലെ ഇവിടെ 6y ആണ്, ഇവിടെ 2y ആണ്. നമുക്ക് മുന്നത്തെ പോലെ ഡയറക്റ്റ് കുറച്ചിട്ട് 0 ആക്കാൻ പറ്റൂല അല്ലേ? 2 വ്യത്യസ്ത നമ്പറുകളാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഏതെങ്കിലും ഒന്നുകിൽ x-നെ ഒരേപോലെ ആക്കുക അല്ലെങ്കിൽ y-നെ ഒരേപോലെ ആക്കുക. ഞാനിവിടെ ഏതാ ചെയ്യുന്നത്? x-നെയാണ് ഒരേപോലെ ആക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ 2x ആണ് അല്ലേ? ഇവിടെ എത്രയുള്ളത്? 4x. അപ്പൊ നമുക്ക് എത്രയാക്കേണ്ടത്? 4x ആണ് ആക്കേണ്ടത്. അപ്പൊ ഇതിന് എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇക്വേഷൻ 1 എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. ഇവിടെ നോക്കിയേ ഇക്വേഷൻ 1 എന്താ? 2x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 26 അല്ലേ? ഇതാണ് ഇക്വേഷൻ 1 ഇൻറ്റു 2. മനസ്സിലായോ? അപ്പൊ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് x-ഉം ഈ രണ്ടാമത്തെ ഇക്വേഷൻ x-ഉം തുല്യമാക്കാം. ഓക്കെ, 2 ഗുണിക്കണം x 2 ഗുണിക്കണം 2x ഈക്വൽ ടു 4x പ്ലസ് 2 ഗുണിക്കണം 2 4y ഈസ് ഈക്വൽ ടു 26 ഗുണിക്കണം 2 എത്ര? 52. ഇക്വേഷൻ എത്രയായിട്ട് കൊടുക്കാം? 3 ആയിട്ട് കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഈ 4x പ്ലസ് 4y ഈക്വൽ ടു 52 52 എങ്ങനെയാ കിട്ടിയെന്ന് അറിയില്ലേ? ഇക്വേഷൻ 2-നെ നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചത്? 2 കൊണ്ട് ഗുണിച്ചു. അത് എന്തിനാ ഗുണിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ? കാരണം ഇക്വേഷനിലെ ഏതെങ്കിലും ഒരു വേരിയബിൾ ഒരേപോലെ ആക്കിയാൽ മാത്രമേ നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. ഇത് വ്യത്യസ്ത സംഖ്യകളായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കുറക്കാൻ പറ്റില്ല. ഇനി നമുക്ക് കുറക്കാലോ. ഏതിൽ നിന്ന് ഏത് കുറക്കാൻ നോക്കിയേ? ഇതിലല്ലേ കുറച്ച് വലിയ സംഖ്യകളുള്ളത്. ഇവിടെ 62 ആണ്, ഇവിടെ 52 ആണ്. അപ്പൊ ഇക്വേഷൻ 2-ൽ നിന്ന് ഇക്വേഷൻ 3 കുറക്കുക. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 3 അല്ലേ? ഇനി നോക്കാം. എന്താ ഇക്വേഷൻ 2? 4x പ്ലസ് 6y ഈക്വൽ ടു 62 മൈനസ് 4x പ്ലസ് 4y ഈസ് ഈക്വൽ ടു 52. മനസ്സിലായില്ലേ? ഇനി ഡയറക്റ്റ് കുറച്ചാലോ? 62 52 കുറച്ചാൽ എത്രയാണ്? 10. പിന്നെയോ 6y 4y പോയാല് ബാക്കി 2y. ഇത് എത്രയാണ്? ഇത് 0 ആയി പോവില്ലേ? 4x 4x പോയാല് 0. ഇനി നോക്കാം. 2y ഈക്വൽ ടു 10 ആണ് അല്ലേ? അപ്പൊ y ഈക്വൽ ടു എന്തായിരിക്കും? 10/2.
2 ഗുണിക്കണം y ആണ്. സമത്തിനപ്പുറം പോകുമ്പോൾ എന്തായി വരും? ആ 2 ഡിവൈഡഡ് ബൈ 2 മാറും. എത്ര കിട്ടി? y = 5. മനസ്സിലായേ? അപ്പൊ ഇപ്പൊ നമുക്ക് y = എത്ര കിട്ടി? 5 എന്ന് കിട്ടി. ഇനി നോക്കിയേ, അപ്പൊ y എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ചതുരത്തിന്റെ ആദ്യത്തെ ചതുരത്തിന്റെ എന്താണ്? വീതി അല്ലേ? ആദ്യത്തെ ചതുരത്തിന്റെ വീതിയാണ് y. അപ്പൊ y = എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നീളമല്ലേ കണ്ടുപിടിക്കേണ്ടത്? എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഞാൻ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുത്തു. എന്താ? 2x + 2y = 26. ഇതല്ലേ ഒന്നാമത്തെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ഞാൻ എന്ത് കൊടുത്തു? y = 5 എന്ന് കൊടുത്തു. y = 5. നോക്കിക്കോ, 2x + 2 * y എത്രയാണ്? 5 = 26 അല്ലേ? ഇനി നോക്കാം, 2x + 10 = 26. ഇനി നോക്കിയേ, ഈ വേരിയബിൾ ഇല്ലാത്ത സംഖ്യകളെല്ലാം സമത്തിനപ്പുറം കൊണ്ടുപോവുക, വേരിയബിൾ ഉള്ള സംഖ്യ സമത്തിന്റെ ഇപ്പുറം തന്നെ വെക്കുക. അപ്പോൾ 2x = 26. നോക്കിയേ, ഈ പ്ലസ് 10 ആണല്ലേ, പോസിറ്റീവ് സംഖ്യയാണ്. സമത്തിനപ്പുറം പോകുമ്പോൾ എന്തായി മാറും? നെഗറ്റീവായി മാറും. അപ്പോൾ -10. ഇനി നോക്കുക, 2x = 26 10 പോയാൽ എത്ര? 16 അല്ലേ? അപ്പൊ 2x ആണ് 16. അപ്പോൾ x എത്രയായിരിക്കും? 16ന്റെ പകുതിയായിരിക്കും അല്ലേ? 8. അപ്പൊ ഇവിടെ 2x ആണ്, 2 ഗുണിക്കണം x ആണ്. സമത്തിനപ്പുറം പോകുമ്പോൾ ഹരിക്കണം എന്നായി മാറും. അപ്പൊ x = 16/2 = 8. ഇപ്പൊ എന്ത് കിട്ടി നമുക്ക്? ആദ്യത്തെ ചതുരത്തിന്റെ എന്താ? നീളം സമം x സമം എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. ഇനി വേണം നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടിയ എക്സും വൈയും ശരിയാണോ എന്ന് നോക്കാം. എന്ത് ചെയ്താൽ മതി? ഈ ഒന്നാമത്തെ ഇക്വേഷനിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിലോ വേരിയബിൾസിന്റെ വിലകൾ നൽകിയാൽ മതി. നോക്കിയേ, ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? 2x + 2y = 26. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ അല്ലേ? നമുക്കറിയാം എന്താണ്? x = എത്ര കിട്ടിയത് നമുക്ക്? 8ഉം y = എത്ര കിട്ടിയത്? y = 5 അല്ലേ? ഇതിനി അതിൽ കൊടുക്കാം. x നോക്കിക്കേ, 2 × 8 + 2 × y എത്രയാണ്? 5 അല്ലേ? = എത്ര? 26. നമുക്കറിയാം 8 ഗുണിക്കണം 2 എത്ര? 16 + 10 = 26. കിട്ടുന്നില്ലേ? അപ്പൊ കണ്ടീഷൻ ശരിയാണ്, ഉത്തരവും ശരിയാണ്. ഇനി അടുത്ത പാർട്ടിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒന്നും കൂടെ പറയാം, ഒരിക്കലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്. അതുപോലത്തെ ഒരു കണക്കാണ് ഇതൊക്കെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ കാണാം.